സി ജോർജ് ജോസഫ്, മുൻ പോലീസ് ഓഫീസറുണ്ട്. സി ജോർജ് ജോസഫ്, ഈ പുറത്തിറങ്ങാൻ അയാൾ നടത്തുന്ന പരിശ്രമം, പുറത്തിറങ്ങിയ ശേഷം തിരിച്ചു കയറുക, അവിടെയുള്ള പണികളെല്ലാം ചെയ്തു വെച്ചു, ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുക്കുന്നു, പുറത്തിറങ്ങുന്നു, റോഡിലിറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു ജയിലിന് മുമ്പിലൂടെ, അത്രയും ആത്മവിശ്വാസത്തിലാണ്, അത്രയും കൂളാണ് ഗോവിന്ദച്ചാമി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കണ്ണൂർ സെൻട്രൽ ജയിലിലെ സിസ്റ്റം എന്തുമാത്രം അഴിഞ്ഞു കിടക്കുകയാണ്, അതിൻ്റെ ജാഗ്രത എന്തുമാത്രം കുഴപ്പത്തിലാണെന്നാണ് മനസ്സിലാവേണ്ടത്. എന്ന് വെച്ചാൽ ഇത് ഏതെങ്കിലും ഒന്നോ രണ്ടോ പോലീസ് ഓഫീസർമാർക്കെതിരെ അല്ലെങ്കിൽ ജയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തത് കൊണ്ട് അവസാനിക്കുന്ന പ്രശ്നമാണോ കണ്ണൂരിലെ ജയിലിലുള്ളത് ശ്രീ ജോർജ് ജോസഫ്? അത് നടപ്പിന് മനസ്സിലാകാമല്ലോ. കൂളായിട്ടാണ് ജയിൽ കയറി ഇതുപോലെയുള്ള ഒരു ക്രിമിനൽ ആ വഴി നടക്കുന്നത്. 6 മണി വരെ ആ ജയിലിന്റെ പരിസരത്ത് തന്നെയുണ്ട്. കാരണം അതിനുശേഷമാണ് അയാൾ വെളിയിൽ പോകുന്നതാണ് ഇപ്പം CCTV ദൃശ്യത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്. അപ്പം കണ്ണൂർ ജയിലിൽ എന്ത് ഡിസിപ്ലിൻ ഉണ്ടെന്ന് ക്ലിയർ. അവിടെ ജയിൽ ജീവനക്കാർക്കൊന്നും ഒരു വോയിസ് ഇല്ല. അങ്ങനെ ആക്കി വർഷങ്ങളായിട്ട് അങ്ങനെ കിടക്കുകയില്ല. അവിടെ ഇനിയും ചാടും, ഇനിയുള്ളവരും ചാടും. അവിടെ ഒന്നും പോലീസ് ജയിൽ വകുപ്പിനൊന്നും യാതൊരു കൺട്രോളും ഇല്ല. അവിടുത്തെ ആ ജയിൽ ഭരിക്കുന്നത് ചില രാഷ്ട്രീയ പാർട്ടികളുടെ മേധാവികളാണ്. അവരുടെ പറയുന്ന പോലെ അവിടെ കാര്യം നടക്കുകയുള്ളൂ. അതുകൊണ്ട് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്കൊന്നും ഒരു വിലയില്ല. ഇനിയിപ്പോ അവരെ കംപ്ലീറ്റ് ആയിട്ട് ആ കണ്ണൂർ ജയിലിലെ ജീവനക്കാരെ കംപ്ലീറ്റ് മാറ്റിയിട്ട് അവിടെ കുറച്ച് ലോക്കൽ ഓഫീസർമാരെയും കൂടെ ഇടണമെന്ന് ഞാൻ പറയുന്നത്. അവിടുത്തെ ലോക്കൽ സബ് ഇൻസ്പെക്ടറെ അവിടെ സ്ട്രെങ്ത് വർദ്ധിപ്പിച്ച് അവിടെ ഒരു 3-4 ലോക്കൽ ഓഫീസേഴ്സുമാരെ ഇടണം. കാരണം ഇത് ജയിൽ വകുപ്പിന് പ്രത്യേക നിയമങ്ങളും പ്രത്യേക ചട്ടങ്ങളും അവിടെ ഇങ്ങനെ യാതൊരു കൺട്രോളും ഇല്ല, ഒരു ഡിസിപ്ലിൻ എൻഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. അത് അവിടുത്തെ അവിടെ ഒരു DGP ഇവർക്ക് ഭരണത്തിൽ ഇരിക്കുന്നവർക്ക് ആർക്കും താല്പര്യമില്ലാത്ത DGP അവിടെ കൊണ്ടുപോയിട്ടും പുള്ളിക്കും വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. അങ്ങനെയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. അവർക്കൊക്കെ ഓരോ കവറ്റോൾ പോസ്റ്റ് കിട്ടാതെ വേറെ ഒരിടത്തും ഈ IPS ഓഫീസർമാർ ജോലി ചെയ്യുന്നതിന്റെ അർത്ഥം. കാരണം അവിടെ 3 വർഷമായിട്ടൊരു DGP ഉണ്ടല്ലോ. അപ്പൊ അദ്ദേഹത്തിന് അവിടുത്തെ DIGമാർ 2 പേരും ജയിലില് സ്റ്റാഫ് പ്രൊമോട്ട് ചെയ്ത് വരുന്നവരാണ്. അതുകൊണ്ട് എന്താ പ്രയോജനം? എന്നാ ഒരു IPS ഓഫീസറെ DIG വെക്കാത്തത്? ഈ 2 DIGമാരുടെ പോസ്റ്റും IPS ഓഫീസറെ വെക്കണം. അവരുടെ കീഴില് ജയിലില് ലോക്കൽ ഓഫീസേഴ്സ് ഏതെങ്കിലും SIമാരുടെ റാങ്കിലോ CIമാരുടെ റാങ്കിലുള്ള 5-6 പേരോടെ വെച്ചു കൊടുത്തേ കാര്യങ്ങൾ മാറും. അല്ലാതെ ഈ ഒരു സിസ്റ്റം ജയിലിൽ എത്ര നാളുകൊണ്ട് ഈ ചാട്ടവും ബഹളവും നടക്കണം. അവിടെ ഒരു ഡിസിപ്ലിൻ ഇല്ല. അവിടെ ഡിസൻസ് ആണ് കൂടുതൽ നടക്കുന്നത്. ഇറച്ചിയും മറ്റതും കറി വെച്ച് നാട്ടുകാർക്ക് കൊടുത്ത് പൈസ ഉണ്ടാക്കാം. അതല്ലല്ലോ ജയിലിൽ ജീവനക്കാരുടെ ആവശ്യം. അത് വേറൊരു വഴിയാണ്. അതിനോടൊക്കെ ജഡ്ജി ഞാൻ അഗൻസ്റ്റ് ആണ്. കാരണം അതിനകത്ത് വലിയ റിസ്ക് ഉണ്ട്. ജയിൽ ജീവനക്കാർ ഭക്ഷണം ഉണ്ടാക്കി നാട്ടുകാർക്ക് കൊടുക്കുന്നതും വിൽക്കുന്നതും വലിയ റിസ്ക് ആണ്. ആ റിസ്ക് ആരെടുക്കും? ജയിൽ മേധാവിയെ അറസ്റ്റ് ചെയ്യേണ്ടി വരുമെന്ന് ഇത് എത്ര നാൾ കൊണ്ട് പറഞ്ഞുകൊണ്ടായിരിക്കുന്നത്. അത് നമുക്ക് പോലും വലിയ കാരുണ്യ പ്രവർത്തനമാണെന്ന് തോന്നും. പക്ഷേ ഈ ജയിലിലുള്ള ക്രിമിനൽസ് ആണ് അവിടെ കിടക്കുന്നത്. സമൂഹത്തിനോടും വ്യക്തികളോടും പ്രസ്ഥാനത്തിനോടും എതിർപ്പാണ് അവർക്ക്. അപ്പൊ അങ്ങനെയുള്ളവർ ഭക്ഷണം ഉണ്ടാക്കി തന്നാൽ എന്തായാലും ഞാൻ ബാക്കി കാര്യങ്ങൾ പറയുന്നില്ല, ഊഹിച്ചെടുത്തോളൂ. ഇത് ഞാൻ പണ്ടുപോലെ പറയുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ജയിലിലെ കൺട്രോള് അവിടെ DIGമാർ 2 പോസ്റ്റ് ഉണ്ട്, ജയിൽ IG ഉണ്ട്. അതൊക്കെ ഈ ഇവിടുന്ന് പ്രൊമോട്ട് ചെയ്ത് വരുന്ന ആൾക്കാരാണ്. അവർക്ക് ആ പൊസിഷൻ വേണോ ശമ്പളം വേണോ എന്നല്ലാതെ അവർക്കൊന്നും ആ ജയിൽ വകുപ്പിനോടോ സമൂഹത്തിനോടോ കൂറില്ലാത്തവരാണ്. അതുകൊണ്ട് അവിടുത്തെ DIGയുടെ പോസ്റ്റ് 2 IPS ഓഫീസറെ തന്നെ പോസ്റ്റ് ചെയ്യണം. എന്നിട്ട് അവരുടെ കീഴിൽ ഓരോ DYSP ലോക്കൽ DYSP 2 സർക്കിൾ ഇൻസ്പെക്ടർ അങ്ങ് പോസ്റ്റ് ചെയ്ത് എല്ലാ ജയിലിലും അവിടെ വളരെ ചിട്ടയായിട്ട് കാര്യങ്ങൾ പോകും. ഈ ജയിൽ വകുപ്പിനകത്ത് യാതൊരു കൺട്രോളും ഡിപ്പാർട്ട്മെന്റിനും ഇല്ല, അതുപോലെ ആഭ്യന്തര വകുപ്പിനും ഇല്ല. അവിടെ പാർട്ടിയുടെ സെല്ല് ഭരിക്കുന്ന സ്ഥലങ്ങളാണ്. അത് മാറ്റിയെടുത്തേ പറ്റുള്ളൂ നമുക്ക്. അത് ആണ് സിറ്റുവേഷൻ. കാരണം പാർട്ടിക്കാർ ഭരിക്കുമ്പോൾ അവർക്കൊന്നും ലോ എൻഫോഴ്സ് ചെയ്യാനുള്ള അധികാരവും ഇല്ല. അവരെ കൊണ്ട് സാധിക്കത്തുമില്ല. അവർക്കെപ്പോഴും രാഷ്ട്രീയക്കാരായതുകൊണ്ട് അവർക്കെപ്പോഴും ക്രിമിനൽസിനോടും അങ്ങനെ വന്ന് അബദ്ധത്തിൽ പറ്റിപ്പോയി അങ്ങനെയുള്ള ചിന്താഗതിക്കാരാണ്. അവിടെ അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. അവിടെ ലോ ഓഫീസർമാരെ എൻഫോഴ്സ് ചെയ്യാനായിട്ട് അവിടെ വെക്കണം. അതുകൊണ്ട് അടിമുടി എല്ലാ ജയിലിലും ഇതുപോലുള്ള കമ്മിറ്റിക്കാരെയൊക്കെ പിരിച്ചുവിടണം. അവർക്കൊന്നും ഒരു കമ്മിറ്റ്മെന്റ് ഒന്നും സൊസൈറ്റിയില്ല. അവർ രാഷ്ട്രീയ പാർട്ടികളെ എന്തിനാണ് ഇതിന്റെ മേലാൽ കൊണ്ട് വെക്കുന്നത്? മനുഷ്യനെ കൊല്ലുന്ന ആൾക്കാരെ കൊണ്ട് ഇടുന്ന സ്ഥലമല്ലേ. അതുകൊണ്ട് മാറി ചിന്തിക്കണം ആഭ്യന്തര വകുപ്പും DGPമാരും. അവിടെ ലോക്കൽ ഓഫീസ് ഈ DIGമാരുടെ പോസ്റ്റ് അബോളിഷ് അവർക്കാണ് ആ പോസ്റ്റ് കൊടുത്തോളൂ. പക്ഷെ അഡീഷണൽ ആയിട്ട് അവിടെ 2 DIGമാരെ IPS ഓഫീസർമാരെ തന്നെ പോസ്റ്റ് ചെയ്യണം. ഡെപ്യൂട്ടി സൂപ്രണ്ട് റാങ്കിലുള്ള 2 പേരെ പോസ്റ്റ് ചെയ്യണം. ഓരോ ജയിലിൽ ഞാൻ ഈ പറയുന്നത് വളരെ വ്യത്യാസം വരും. ഈ പണിയൊന്നും പിന്നെ അവിടെ നടക്കില്ല. ക്രിമിനൽസ് തമ്മിലുള്ള പരിപാടി നടക്കത്തില്ല. അതിന്റെ അകത്തോട്ട് ഡ്രഗ്സ് കയറ്റുന്നത് നിർത്തും, മൊബൈൽ ഫോൺ കടത്തിക്കൊണ്ടുവരും, നിൽക്കും, എല്ലാം നിൽക്കും. അതുകൊണ്ട് ജയിലിൽ കർശന സുരക്ഷയെ മുൻനിർത്തിക്കൊണ്ട് പുതിയ ഒരു
ഡിപ്ലോയ്മെൻ്റ് അവിടെ വേണമെന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. താങ്ക് യു സി ജോർജ് ജോസഫ് പ്രതികരിച്ചു. എന്തായാലും നമ്മളിപ്പോൾ കാണുന്ന കാഴ്ച പുറത്തിറങ്ങിയ ഗോവിന്ദചാമി എന്ന് പറഞ്ഞാൽ കൂളാണ് എന്നതാണ്.